വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയുടെ പ്രാർത്ഥനാലയം 100ന്റെ നിറവിൽ. പീരുമേട് തേയിലകൃഷിയുടെ പ്രാരംഭ കാലഘട്ടത്തിൽ അധികാരികളായ ബ്രിട്ടീഷ് കൂട്ടായ്മ പ്രാർത്ഥനയ്ക്കായി ഒത്തുചേരലിനായി 1850 സ്ഥാപിച്ച പ്രാർത്ഥനാലയം 1924 റൈറ്റ് റവറൻഡ് ഡോക്ടർ CH ഗിൽ DD ബിഷപ്പ് ദേവാലയമായി കൂദാശ ചെയ്തു. വണ്ടിപ്പെരിയാർ CSI ദേവാലയമാണ് ഇന്ന് 100 വർഷത്തിന്റെ നിറവിൽ നിലകൊള്ളുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. തോട്ടം മേഖലയിലെ ജനങ്ങളുടെ അധ്വാനത്തിൽ അവരുടെ ആപത്ത് ഘട്ടങ്ങളിൽ തങ്ങളുടെ രക്ഷിതാവിനോടുള്ള അപേക്ഷയ്ക്കായി നിർമ്മിച്ച ദേവാലയം 100 വർഷങ്ങൾ പിന്നിടുകയാണ്. 1850 തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്നും ഉടമ്പടി പ്രകാരം തേയിലകൃഷിക്കായി പീരുമേട്ടിലെത്തിയ ബ്രിട്ടീഷ് വംശജർ പീരുമേട്ടിലെ തേയിലകൃഷി വണ്ടിപ്പെരിയാറിലേക്കും വ്യാപിപ്പിച്ചതോടുകൂടിയാണ് ഈ കാലയളവിൽ തങ്ങളുടെ പ്രാർത്ഥനാ നിമിഷങ്ങൾക്കായി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് പീരുമേടിനൊപ്പം തേയില വ്യവസായം വണ്ടിപ്പെരിയാർ മേഖലയിലുടനീളം വ്യാപിച്ചതോടുകൂടി തോട്ടം തൊഴിലാളികളിലെ വിവിധ സംസ്കാരങ്ങൾക്കൊപ്പം തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒരു ദേവാലയം വേണമെന്ന ആവശ്യം ക്രിസ്തീയ വിശ്വാസികൾക്കിടയിലും ഉയർന്നു വന്നിരുന്നു. ബ്രിട്ടീഷ് മേധാവികൾക്കൊപ്പം തൊഴിലാളികളുടെയും പ്രാർത്ഥനകൾക്ക് ഒരു ആരാധനാലയം എന്ന ആഗ്രഹത്തിന്റെ സഫല പൂർത്തീകരണമാണ് 1924 ഓഗസ്റ്റ് 24 വണ്ടിപ്പെരിയാറിൽ പൂർത്തീകൃതമായത്. അങ്ങനെയാണ് ഇന്ന് 100 വർഷങ്ങൾ പിന്നിടുന്ന വണ്ടിപ്പെരിയാർ CSI റിസപ്ഷൻ ചർച്ച റൈറ്റ് റവറൻഡ് ഡോക്ടർ CH ഗിൽ DD ബിഷപ്പ് കൂദാശ കർമ്മം നിർവഹിച്ച് സമർപ്പിക്കുന്നത്. പിന്നീട് 1947 അന്നത്തെ മദിരാശി റായ്പേട്ടയിൽ കോൺഗ്രഗേഷൻ ആംഗ്ലിക്കൻസ്, മെത്തഡിസ്റ്റ്, പ്രൊട്ടസ്റ്റന്റ്സ് എന്നീ 4 ക്രൈസ്തീയ സഭകളെ സംയോജിപ്പിച്ച ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ക്രിസ്തീയ സഭ രൂപീകൃതമാവുന്നത്. ഇതോടെയാണ് വണ്ടിപ്പെരിയാറിലെ പുരാതന ദേവാലയവും CSI ചർച്ച് ആയി മാറിയത്. ഇതിനുശേഷം CSI ക്രൈസ്തീയ സമൂഹം 1983 ഏപ്രിൽ 4 CSI ഈസ്റ്റ് കേരള മഹാ ഇടവകയായി മാറുകയും വണ്ടിപ്പെരിയാറിലെ പുരാതന ആരാധനാലയം വിശ്വാസികളുടെ വർധനവോടുകൂടി വിപുലമാക്കുവാൻ തീരുമാനിച്ചതോടുകൂടിയാണ് പഴയ ദേവാലയത്തിനോട് അനുബന്ധിച്ച് മോഡീകൃതമായ ഒരു സമുച്ചയം കൂടി നിർമ്മിക്കുകയായിരുന്നു. പഴയകാല ദേവാലയത്തിൽ സേവനമനുഷ്ഠിച്ച പല വികാരിമാരുടെയും അനുസ്മരണകൾ നിലനിർത്തിക്കൊണ്ട ശിലാഫലകങ്ങളും ഇന്നും ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. പുരാതന CSI ആചാരപ്രകാരമുള്ള വിശുദ്ധ കുർബാനയും ആചാരാനുഷ്ഠാനങ്ങളുമാണ് ഇന്നും പുരാതന ദേവാലയത്തിൽ നടന്നുവരുന്നത്. ഈ ആരാധനാലയത്തിന്റെ പഴമ സൂക്ഷിപ്പുകളായി വൈദിക പീഠങ്ങളും ഓസ്തിപാത്രവും ഇരിപ്പിടങ്ങളും ആരാധനകളുടെ സംഗീത സാന്നിധ്യമായി മാറിയ പഴയകാല ഹാർമോണിയവും ദേവാലയത്തിൽ ഇന്നും സൂക്ഷിച്ചു വരുന്നു. തോട്ടം മേഖലയുടെ രക്ഷയ്ക്കായി തിരുസന്നിധിയിലേക്കുള്ള പ്രാർത്ഥനകൾക്ക് 100 വർഷത്തിന്റെ ആയുസ്സേകിയ ദേവാലയത്തിന്റെ 100ാം വാർഷികം വിപുലമായി നടത്തുവാനുള്ള പ്രക്രിയകളിലാണ് തങ്ങൾ എന്ന് ഇടവക സെക്രട്ടറി SP സെൽവിൻ പറഞ്ഞു. பொதுஜனங்களுக்காக இந்த தேவாலயத்தை திறந்து கொடுத்தார்கள். அந்த நாள்தான் இன்றைய தினம் 100வது நாளாக ஆசரிக்கப்பட்டுக் கொண்டிருக்கின்றது. நாம் மிகவும் சிறப்பாக ஆசரிக்க வேண்டிய ஒரு நாள் தான் இது. இந்த துவக்கம் என்பது வருகின்ற 2025 ஆகஸ்ட் மாதம் 24ஆம் தேதி வரை இது நீண்டு கொண்டே செல்லும். அதற்கான பணிகள் தான் இன்று துவங்கப்பட்டிருக்கின்றது. 100 വർഷങ്ങൾ പിന്നിടുന്ന ദേവാലയത്തിന്റെ 100ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ഇപ്പോഴത്തെ ഇടവക വികാരി റൈറ്റ് റവറൻഡ് ഡോക്ടർ KD ദേവസ്യയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നത്. തുടർന്ന് ഇടവക വിശ്വാസികൾക്കായി ചായ സൽക്കാരവും നടത്തി. ഇടവക കൈക്കാരന്മാരായ J തോമസ്, S യേശുരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് 100ാം വാർഷിക ആഘോഷ ദിന പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നതും. നിരവധി വിശ്വാസികളാണ് ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.